ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ജീവിതത്തിൻ്റെ ക്വാളിറ്റി തീർച്ചയായിട്ടും അതാണ് കുട്ടികളുടെ നാളത്തെ ഒരു ക്വാളിറ്റി ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് ഹസ്ബൻഡും വൈഫും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പോരായ്മകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി കോംപ്രമൈസ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ വളരെ നേരത്തെ തന്നെ ക്യൂർ ചെയ്യുകയും വളരെ നേരത്തെ തന്നെ അത് സോൾവ് ചെയ്യുകയും ഒക്കെ ശ്രമിച്ചില്ലെങ്കിൽ കുട്ടികളുടെ ജീവിതവും കൂടെ കൂടുതലായിട്ട് നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്യും, അടുത്ത തലമുറയെ നമ്മൾ നശിപ്പിക്കും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ലോങ് ടേം കോംപ്രമൈസ് ഒരു സൊല്യൂഷൻ അല്ല. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പോലും കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുന്ന ധാരാളം ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. കുഴപ്പമില്ല, അവരെ സംബന്ധിച്ച് കോംപ്രമൈസ് ചെയ്ത് അവർ ട്രോമ ബോണ്ട് ചെയ്ത് അവർ പരസ്പരം ഹോസ്റ്റിലിറ്റിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രി ചെയ്തങ്ങ് പോകുന്നവരാണ്. പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുട്ടികളുടെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കുട്ടികൾ ടീനേജിലൊക്കെ ആകുമ്പോൾ വിളിക്കുന്ന പല പേരൻസിൻ്റെയും ലൈഫിൽ ഈ കുട്ടികളുടെ പ്രശ്നങ്ങളുടെ കാരണം ഈ വളരെ ടോക്സിക്കായിട്ട് ജീവിക്കുന്ന പേരൻസാണ്. പേരൻസിൻ്റെ പ്രോബ്ലംസ് ഒന്നും അവർ സോൾവ് ചെയ്യാതെ നിരന്തരമായി വഴക്കിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി അവർ കുട്ടികളുടെ മുമ്പിൽ, പ്രത്യേകിച്ച് അവർ എങ്ങായിരിക്കുമ്പോഴൊക്കെ അങ്ങനെ കണ്ടും കേട്ടും അനുഭവിച്ചും വളരുന്നതുകൊണ്ട് ടീനേജിലൊക്കെ എത്തുമ്പോഴത്തേക്ക് അവർക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ, ഭാര്യയും ഭർത്താവും കോംപ്രമൈസ് ചെയ്യുന്നതൊക്കെ അവരുടെ വിഷയമാണ്. പക്ഷേ ഒരു സർട്ടൻ സ്റ്റേജിനപ്പുറത്തേക്ക് മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള വൈകാരിക പ്രശ്നങ്ങളോ പേഴ്സണാലിറ്റി ഡിസോർഡറോ ഒക്കെയാണ് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുന്നതെങ്കിൽ പലപ്പോഴും അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്നതിൻ്റെ കാരണവും ഈ ഒരു ഫോൾസ് പ്രസ്റ്റീജോ അല്ലെങ്കിൽ മറ്റുള്ളവർ അറിഞ്ഞാൽ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കോംപ്രമൈസ് ചെയ്ത് ജീവിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഇത് കാരണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികൾ ജനിച്ച് അവരൊരു ചൈൽഡ്ഹുഡ് മുതൽ അവർക്ക് നല്ല സന്തോഷകരമായ ഒരു എൻവയോൺമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ടീനേജിലൊക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരിലും പേഴ്സണാലിറ്റി ഡിസോർഡറും അതുപോലെ തന്നെ മാനസിക രോഗങ്ങളും വൈകാരിക പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ അവിടെ വെച്ചുകൊണ്ടാണ് നമ്മളിത് കോംപ്രമൈസ് ചെയ്യുന്നതെന്ന് എപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ഭാര്യയും ഭർത്താവും കോംപ്രമൈസ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുക, അങ്ങനെ കോംപ്രമൈസ് ചെയ്യിക്കാനായിട്ട് ഈ അവരുടെ പേരൻസും ചുറ്റുമുള്ളവരും മതവും പുരോഹിതന്മാരും ഒക്കെ ശ്രമിക്കുന്നതിനകത്ത് വലിയ കുഴപ്പമുണ്ട്. അങ്ങനെ ഒരു ലൈഫ് ലോങ് കോംപ്രമൈസിങ് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കില്ല. കാരണം അത് ശരിയുമല്ല. കാരണം അതിലേതെങ്കിലും ഒരാൾ ഡിസാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഈ രോഗിയായ ഒരാൾ മറ്റേ ആൾ കോംപ്രമൈസ് ചെയ്യുന്ന, ആ കോംപ്രമൈസ് ചെയ്യുന്ന ആൾ തന്നെയായിരിക്കും കുട്ടികളെ നോക്കേണ്ടി വരിക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു വലിയ വൾണറബിലിറ്റിയിലേക്കായിരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു ഗുണങ്ങളും അങ്ങനെയില്ല. അതുപോലെ വേറൊരു വലിയ വിഷയമാണ് കരിയർ സംബന്ധിച്ച്. കുട്ടികളുടെ ചെറുപ്പകാലത്ത് വളരെ ബിസി ആയിരിക്കുന്ന ഹസ്ബൻഡും വൈഫും അവർ കുട്ടികൾക്ക് ഒരു ക്വാളിറ്റി ടൈം കൊടുക്കുന്നില്ല. പലപ്പോഴും ഗ്രാൻഡ് പേരൻസിനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ജോലിക്കാരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരെ എങ്ങനെയെങ്കിലുമൊക്കെ സാറ്റിസ്ഫൈ ചെയ്ത് ക്വാളിറ്റി ടൈം കൊടുക്കാതെ അവരെ വളർത്തുമ്പോൾ അത് അവരിൽ ഡീപ്പായിട്ടുള്ള ഇഷ്യൂസൊക്കെ പിന്നീട് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. നമ്മൾ കരിയർ എന്നൊക്കെ പറയുന്നത് വേണ്ടാന്നല്ല. കരിയർ എന്ന് പറയുന്നത് കുറേ ഇങ്ങനെ പണം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ പുറകിന് നടക്കുന്നതൊന്നുമല്ല. കരിയർ നമ്മുടെ പുറകിന് വരേണ്ട ഒരു കാര്യമാണ്. ജീവിതം തന്നെയാണ് പ്രധാനം. ആ ജീവിതവും ജീവിതത്തിലെ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരുടെ സന്തോഷം, അവരുടെ ഡെവലപ്മെൻറ്റും ഒക്കെ വളരെ പ്രധാനമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്വാളിറ്റി ടൈം കൊടുക്കാൻ പറ്റാതുള്ള കരിയർ എന്നൊക്കെ പറയുന്നത് ഒരു വിവാഹ ജീവിതത്തിലൊക്കെ വലിയ മണ്ടത്തരമായി മാറാൻ സാധ്യതകളുണ്ട്. വളരെ സൂക്ഷിക്കണം. ഇനി ചില ആൾക്കാർ ഇതൊന്നുമല്ല, അവർ പറയുന്നത് ഞാൻ കുട്ടികൾക്ക് വേണ്ടി ജോലി കളഞ്ഞു, കുട്ടികൾക്ക് വേണ്ടി 5 വർഷം ലീവ് എടുത്ത് അവരുടെ കൂടെ ഇരുന്നു. കുഴപ്പമില്ല, നല്ല കാര്യമാണ്, ഏറ്റവും ഉദാത്തമായ കാര്യമാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ അല്ല ഇരിക്കുന്നത്, ഈ കുട്ടികൾ കാരണമാണല്ലോ ഇങ്ങനെ ഇരിക്കേണ്ട വന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് അവരിലേക്ക് ആ ഫ്രസ്ട്രേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, ആ ഫ്രസ്ട്രേഷനാണ് കുട്ടികൾ കാണുന്നതെങ്കിൽ, ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അവസ്ഥയാണ് കുട്ടികൾ കാണുന്നതെങ്കിൽ, അത് കണ്ടു വളരുന്ന കുട്ടികൾക്കും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഇനി ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിൽ ആവശ്യത്തിനുള്ള ഡെവലപ്മെൻറ്റോ നല്ല ഇമോഷണൽ ഇൻ്റലിജൻസോ സന്തോഷമോ തൃപ്തിയോ ഇല്ലാത്ത ആൾക്കാർ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ടും ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ കുട്ടികൾ ടീനേജിലേക്കൊക്കെ വരുമ്പോൾ അവർ നല്ല ഓർഗനൈസ്ഡ് ആയിട്ടൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു ഹാപ്പി ചൈൽഡ്ഹുഡ് വേണം.
ഇതിനു മുമ്പ് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പുള്ള വീഡിയോസൊക്കെ എടുത്ത് കാണാവുന്നതാണ്. അവർക്കൊരു ഹാപ്പി ചൈൽഡ്ഹുഡ് കിട്ടണം. ഹാപ്പി ചൈൽഡ്ഹുഡ് കിട്ടണമെങ്കിൽ അതൊരു ഫീലിംഗ് ആണ്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ സെക്യൂർഡാണ്, ഞങ്ങൾ വളരെ ലൗഡാണ്, ഞങ്ങൾ വളരെ കെയർഡാണ്, ഞങ്ങൾ വളരെ വാണ്ടഡ് ആണ് എന്നൊക്കെ കുട്ടികൾക്ക് തോന്നുമ്പോൾ അതിൽ നിന്നാണ് അവർക്ക് നല്ല സന്തോഷം ഉണ്ടാകുന്നത്. പിന്നെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, അവർക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ട്, അവർക്ക് നീഡ്സ് ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് വളരെ ഉയർന്നു നിൽക്കണം, നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കണം. അപ്പോൾ എങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ ഒരു ടീനേജിലേക്ക് ഹാപ്പിയായി വരുള്ളൂ. ഹാപ്പിയായി ടീനേജിലേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ ടീനേജിൽ കംഫർട്ടബിൾ ആവാനും അവിടെ ആ ടീനേജിലും നല്ല ഒരു ഡെവലപ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻ്റ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ അവരുടെ ഇൻ്റലക്ച്വൽ, കൾച്ചറൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വളരെ വെൽ ഗ്രൂംഡ് ആയിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് വരും. അപ്പോൾ അതിനൊക്കെ വരാനുള്ള തടസ്സം എവിടെയാണ്? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പലപ്പോഴും ഹസ്ബൻഡും വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്നിടത്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. പ്രശ്നങ്ങൾ പരിഹരിക്കാതെ അതിൻ്റെ മേളിൽ കയറിയിരിക്കുന്നത് എപ്പോഴും അപകടകരമാണ്. അത് ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ അടുത്ത സ്റ്റേജിൽ അതിൻ്റെ റിപ്പർക്കേഷൻ നമ്മൾ അനുഭവിക്കേണ്ടി വരും, അതിൻ്റെ കോൺസിക്വൻസസ് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും കൂടുതലായിട്ട് കോംപ്രമൈസ് ചെയ്യരുത്. കോംപ്രമൈസിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് കോംപ്രമൈസ് ചെയ്യുന്നത്, കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ പോലെ ഞങ്ങൾ തമ്മിൽ 3 വർഷമായിട്ട് മിണ്ടുന്നേ ഇല്ല, ഹസ്ബൻഡും വൈഫും തമ്മിൽ മിണ്ടുന്നേ ഇല്ല. അവിടെ വളരുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ആ കുട്ടികളെ രണ്ട് പേരൻസും ആ കുട്ടികളെ ഉപയോഗിച്ചാണ് അവരുടെ ഫൈറ്റ് സെറ്റിൽ ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീടുകളുടെ അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യർ, അതുപോലെ ഈ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ആരും ഒരു ക്വാളിറ്റേറ്റീവായിട്ട് ഇത്തരം കുടുംബങ്ങളിലൊന്ന് ഇടപെടാനോ അവരെ ഹെൽപ്പ് ചെയ്യാനോ ഒക്കെ ശ്രമിക്കുന്നില്ല. എല്ലാവരും അല്ല, എക്സെപ്ഷൻസ് ഉണ്ട്. ധാരാളം ആൾക്കാർ അങ്ങനെയൊക്കെ ഇടപെട്ട് അവരെ രക്ഷപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് സൈക്കോളജിയും കൗൺസിലിങ്ങും സൈക്കാട്രിയും ഗൈഡൻസും ഒക്കെ വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ തുടക്കത്തിലെ അത് ഒന്ന് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഹാപ്പി ലിവിങ്.